ചാപ്റ്റർ ആയിട്ടുള്ള വോളിയം എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 67 പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഈ ഷേപ്പിലുള്ള ബ്ലോക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ഷേപ്പ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ അല്ല, മൊത്തത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്പ്ലിറ്റ് ചെയ്ത് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഇയെ ടീച്ചർ പല ഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ്. 1, 3. ഓക്കെ, ഇതിപ്പോ 3 ബ്ലോക്കായി. അതിൽ 1, 2, 3, 4 ബ്ലോക്കാക്കി മാറ്റി. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, LBH. ഓക്കെ, ഇതിൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഇതിന്റെ ഫസ്റ്റ് ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് എത്രയാണ്? 20 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, സോറി, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 4 സെന്റിമീറ്റർ. കാരണം ഇവിടം വരെയുള്ള ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇവിടം വരെ നേരത്തെ 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി ആയിരിക്കുമല്ലോ. 12 മൈനസ് 8 എത്രയാണ്? 4. അപ്പോൾ 20 ഇൻറ്റു 4 ഇൻറ്റു ഹൈറ്റ് ആണ് 2 സെന്റിമീറ്റർ. ഓക്കെ, that is equals 2 into 4 എത്രയാണ്? 80. 80 into 2 6 is 160 cubic centimeter. Okay, okay, ഇനി ഇതിന്റെ രണ്ടാമത്തെ പാർട്ടിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാണ്. വോളിയം ഈക്വൽസ് ഇവിടെ എത്രയാണ് ലെങ്ത് എന്ന് പറയുന്നത്? ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. 8 ഇൻറ്റു, ഇനി ഇതിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ. 4 ഇൻറ്റു 2. 8 ഇൻറ്റു 4 ഇൻറ്റു 2 എത്രയാണ്? 8 ഇൻറ്റു 4 32. 32 ഇൻറ്റു 2 64. 64 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഇതിന്റെ രണ്ടാമത്തെ സെക്ഷനിലെ വോളിയം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത്, ഇനി ഈ 2ഉം 4ഉം സെയിം ആയത് കാരണം ഇത് ഒരെണ്ണം എടുത്തിട്ട് ഇതിന്റെ ഡബിൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. രണ്ടെണ്ണത്തിന്റെ ഇത് കാണേണ്ട കാര്യമില്ല. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഈ ക്യൂബാണ്. ഇതിന്റെ വന്നിട്ട് വോളിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതിന്റെ ലെങ്ത് എത്രയാണ് വന്നിരിക്കുന്നത്? 4 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും 4 തന്നെ. 4 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 2. 4 into 4 16. 16 into 2 32. ഇനി നമുക്ക് ടോട്ടൽ വോളിയം കാണണം. ടോട്ടൽ വോളിയം ഓഫ് ദിസ് പിക്ചർ. ഓക്കെ, ടോട്ടൽ വോളിയം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 160 പ്ലസ് 64 പ്ലസ് 64 പ്ലസ് 32. 64 രണ്ട് പ്രാവശ്യം എടുത്തത് ഈ സൈഡിലുള്ളതും ഈ സൈഡിലുള്ളതും. അതുകൊണ്ട് രണ്ടും സെയിം ആയതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണത്തിന്റെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഡബിൾ ആയിട്ട് എടുത്തേക്കുന്നത്. 4 into 4 4 plus 4 8. 8 plus 2 10. 1 മാറ്റി എഴുതി. 6 plus 3 9. 9 കൂടി 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ 10. 10 plus 6 16. 16 plus 6 22. 2 എഴുതി, 2 മാറ്റി എഴുതി. ഇനി 2 plus 1 3. 320 ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഈ ഷേപ്പിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എത്ര സിമ്പിൾ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇത് വരച്ച് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഈ ടിയെ ടീച്ചർ ഇവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. ഇത് ഓക്കെ, ഫസ്റ്റ് ഇതിന്റെ വോളിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ L ഇൻറ്റു B ഇൻറ്റു H. അതായത് വോളിയത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ വോളിയം കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 6 ആണ്, ഇവിടെയും 6 ആണ്. ഇതിന്റെ അളവ് നമുക്ക് അറിയില്ല. അപ്പൊ പക്ഷെ ഇവിടെ നമുക്ക് 4 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4ഉം കൂടെ ഇതിന്റെ അപ്പൊ എത്രയായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ 6 plus 4 10. 10 plus 6 16. 16 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ വീതി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ. 16 ഇൻറ്റു 4 ഇൻറ്റു 3. 4 into 3 12 ആണ്. 12 into 16 ചെയ്താൽ മതി. 16 into 12. 6 2s are 12. 1 into 2 2 plus 1 3. 1 into 6 6. 1 into 1 1. 2 9 1. 192 cubic centimeter. എപ്പോഴും വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിക്
ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും. അതല്ല മീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ക്യൂബിക് മീറ്റർ ആയിരിക്കും. ഓക്കെ, മീറ്റർ ക്യൂബ് ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തേതിന്റെ ലെങ്ത് എത്രയാണ്? ഇവിടെ ലെങ്ത് 11 ആണ്. ഓക്കെ, രണ്ടാമത്തെ ഫിഗറിന്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് 11 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 4. ഓക്കെ, 4 ഇൻറ്റു ഇനി ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 3. 11 ഇൻറ്റു 4 44. 44 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. 44 ഇൻറ്റു 3. 4 3s are 12. 1 മാറ്റി 4 3s are 12 plus 1 13. 132. അപ്പോൾ രണ്ട് ഇതിന്റെയും നമുക്ക് ആൻസർ കിട്ടി. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ വോളിയം കണ്ടെത്താം. ടോട്ടൽ വോളിയം ഈക്വൽസ് 192 plus 132. 2 plus 2 4. 9 plus 3 12. 1 മാറ്റി എഴുതി. 1 plus 1 2 plus 1 3. 324 cubic centimeter ആണ് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ഈ ഷേപ്പിലുള്ള ഈ ഫിഗറിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? 324 cubic centimeter. ഓക്കെ സ്റ്റുഡൻസ്, ഈ എച്ച് ആകൃതിയിലുള്ള ബ്ലോക്കിൻ്റെ വോളിയം കാണാനായിട്ട് ഇവിടെ ഫസ്റ്റ് നമുക്ക് ഇതിനെ 3 പീസാക്കി കട്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്നുള്ളത് ടീച്ചർ കാണിച്ചു തരാം. ടീച്ചറിന് ബോർഡിൽ വരയ്ക്കാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ടെക്സ്റ്റിൽ കാണിച്ചു തരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മക്കളിരിക്കണേ. ഓക്കെ, ഈ എച്ച് എന്ന ബ്ലോക്കിനെ നമ്മൾ ഇങ്ങനെയും പാർട്ട് ചെയ്തു, ഇങ്ങനെയും പാർട്ട് ചെയ്തു. അപ്പോൾ ഇത് എത്ര ബ്ലോക്കായി? 1 2 3. ഓക്കെ, ഇതിൻ്റെയും വോളിയം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, കാരണം രണ്ടിൻ്റെയും ഒരേ ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വോളിയം കണ്ടിട്ട് അതിൻ്റെ ഡബിൾ എടുത്താൽ മതി, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ലെങ്ത് തന്നിട്ടുണ്ട് 16 സെൻറ്റിമീറ്റർ. അത് തന്നെ ആയിരിക്കും ഇതിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് 16. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അത് തന്നെ ആയിരിക്കും ഇവിടുത്തെയും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പം എത്രയാണ് ബ്രെഡ്ത്ത്? 4 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 16 × 4 × 3 ചെയ്ത് നോക്കുക. 16 × 4 × 3. 4 × 3 എത്രയാണ്? 12 ആണ്. 12 × 16 ചെയ്യാനായിട്ട് 12 × 16. 6 2s are 12. 1 മാറ്റി എഴുതി. 1 × 6 6 plus 1 7. 1 × 2 2. 1 × 1 1. ആൻസർ എത്ര കിട്ടും? 291. 192 എന്ന് കിട്ടും. ഇനി ഇവിടെ എത്രയാണ്? ഇത് തന്നെ ആയിരിക്കും ഇവിടുത്തെയും വോളിയം എന്ന് പറയുന്നത്. ഇനി ഈ ചെറിയ ഈ ബ്ലോക്കിൻ്റെ വോളിയം കാണാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് സെക്കൻഡ് ബ്ലോക്കിൻ്റെ വോളിയം കാണാനായിട്ട് ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് 6 ആണ്, ഇതും 6 ആണ്. അപ്പോൾ 6 + 6 12 കിട്ടി. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 16 ആണ്. അപ്പോൾ 12-ൽ നിന്ന് 16-ൽ നിന്ന് 12 മൈനസ് ചെയ്താൽ ബാക്കി എത്രയാണുള്ളത്? 4. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എത്ര തന്നെയാണ്? 4 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഹൈറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 4 × 4 12. 12 × 3 4 × 4 × 3. ദാറ്റ് ഈസ് ഈക്വൽസ് 4 × 4 16. 16 × 3 എത്രയാണ്? 16 × 3. 6 3s are 18. 1 8 എഴുതി, 1 മാറ്റി എഴുതി. 1 × 3 3. 3 plus 1 4. 48. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, ഈ എച്ച് എന്ന ആകൃതിയിലുള്ള ഫിഗറിൻ്റെ ഫസ്റ്റ് വോളിയം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ വോളിയം കാണാനായിട്ട് ഒരു ബ്ലോക്കായിട്ട് നമ്മൾ തിരിച്ചപ്പോൾ അതിൻ്റെ വോളിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 16 × 4 × 3. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആൻസർ എത്ര കിട്ടും? 192. 16 × 4 × 3 എത്രയാണ്? 192. അത് തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലും മൂന്നാമത്തെ ഇതായിട്ട് ടീച്ചർ എഴുതിയിരിക്കുന്ന വോളിയം 16 × 4 × 3 192 എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ഇതിൻ്റെ വോളിയം കാണാനായിട്ട് 4 × 4 × 3 ദാറ്റ് ഈസ് ഈക്വൽസ് 48. അപ്പോൾ 192 + 48 + 192. ടോട്ടൽ വോളിയം കാണാനായിട്ട് 192 + 48 + 192 എന്ന് പറയുന്ന ആൻസർ എന്ന് പറയുന്നത് 432 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, മനസ്സിലായല്ലോ?